അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. പ്രധാനപ്പെട്ടതാണോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കണ്ടപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇത് ഞാൻ ഇന്ന് ഡേറ്റ് കാണാം 5/6/2026 ഞാനിത് ഹരിപ്പാട്ടു നിന്ന് ആലപ്പുഴയ്ക്ക് എടുത്ത ടിക്കറ്റാണ്. ഇന്നലെ വരെ ഇതുപോലെ തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട്ട് എടുത്തിരുന്നു, പക്ഷെ അത് കറക്റ്റായിട്ടാണ് അവർ മാർക്ക് ചെയ്തത്. പക്ഷേ ഈ ടിക്കറ്റിൽ എന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അവർ ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങളൊന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടിക്കറ്റിൽ ഇങ്ങനെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതവർ സെൻസസ് ഇത് എടുക്കാൻ വേണ്ടിയാണ്, കണക്കെടുക്കാനാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ എനിക്കിന്ന് കിട്ടിയ ടിക്കറ്റ് കണ്ടോ ഫീമെയിൽ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ കിട്ടിയ ടിക്കറ്റ് കറക്റ്റായിരുന്നു, മെയിലിൽ നിന്ന് തന്നെയാണ് മാർക്ക് ചെയ്തത്. പക്ഷെ ഇന്ന് കിട്ടിയത് കണ്ടില്ലേ. ഇങ്ങനെ ഓരോ ദിവസവും എന്തുമാത്രം അബദ്ധങ്ങൾ പറ്റുന്നുണ്ടാവാം. അപ്പോൾ ഈ എടുക്കുന്ന ഡേറ്റകൾ ശരിയാണോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കണ്ടക്ടർമാർക്കും തെറ്റുപറ്റുന്നുണ്ട്. എന്തായാലും എന്നെ കണ്ടിട്ട് ഫീമെയിലായിട്ട് തോന്നാൻ വഴിയില്ല. ഒരു വനിതാ കണ്ടക്ടറുമായിരുന്നു അത് കേട്ടോ. പക്ഷേ ഞാൻ ആ സമയത്ത് ഇത് കണ്ടില്ല, ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ ഇത് കണ്ടക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഇങ്ങനെ വന്നത്. പുള്ളിക്കാർക്ക് തെറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ ഈ കണക്കെടുക്കുന്നതിലും തെറ്റ് പറ്റുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ കണക്കെടുത്താലും അതിലും ഫൈനലി ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ടെന്നുള്ളത് കൂടെ ഈ അവസരത്തെ അറിയിക്കുകയാണ്. ഇതിലിപ്പോൾ എന്താണുള്ളത് കണ്ടക്ടർമാർ ശ്രദ്ധിക്കുക. അത് അടിക്കുമ്പോൾ മെഷീനിൽ കൃത്യമായിട്ട് നോക്കുക. ഇതിപ്പോൾ ഇന്നലെ പക്ഷേ വന്നതിൽ കറക്റ്റ് മെയിലും തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് എടുത്തതിൽ കണ്ടില്ലേ ഫീമെയിൽ. ഞാനിത് ട്രെയിനെ വെച്ച് പിന്നെ നോക്കിയപ്പോഴാണ്, ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ഈ കണക്കൂട്ടുകളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പോഴൊന്ന് അറിയിക്കുകയാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി.